എന്താണ് കരുതിയത്? ഇന്ത്യയിൽ കയറി വന്ന് നിരായുധരായ പാവം ഇന്ത്യക്കാരെ കൊന്ന് അതിർത്തി കടന്നാൽ നിങ്ങളെ പേടിച്ച് ഈ മഹാരാജ്യം വെറുതെ ഇരിക്കുമെന്നാണോ കരുതിയത്? ആണവായുധമുണ്ടെന്ന് പോർവിളി നടത്തിയാൽ ഇന്ത്യ അങ്ങ് നിശബ്ദമായി പോകുമെന്നോ? 143 കോടിയിലധികം വരുന്ന ഇന്ത്യൻ ജനതയുടെ ഹൃദയത്തിലേക്കാണ് നിങ്ങൾ തോക്കുമായി പറഞ്ഞയച്ച ഭീരുക്കൾ നിറയൊഴിച്ചത്. അതിന് നിങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യും. സിന്ധു നദീജല കരാർ മരവിപ്പിച്ച് ഇന്ത്യ സൈറൺ മുഴക്കിയിരിക്കുകയാണ്. യുദ്ധത്തിന് തയ്യാറായിക്കോളൂ എന്ന്. ഇന്ത്യ തുറന്നുവിട്ട ജലത്തെ പോലും പ്രതിരോധിക്കാനാകാത്ത നിങ്ങൾ എങ്ങനെയാണ് ഇന്ത്യൻ മിസൈലുകളോടും പീരങ്കികളോടും സർവോപരി ഇന്ത്യൻ പട്ടാളക്കാരോടും ഏറ്റുമുട്ടുന്നത്? പഹൽഗാമിൽ ഇന്ത്യക്ക് നഷ്ടപ്പെട്ട മനുഷ്യരുടെ രക്തത്തിന് ഇന്ത്യയിലെ സ്വർഗത്തിലേക്ക് നരാധമന്മാരെ ഇറക്കിവിട്ട് പാകിസ്ഥാൻ കളിച്ച വൃത്തികെട്ട കളിക്ക് നിങ്ങൾക്ക് പണി കിട്ടുക തന്നെ ചെയ്യും. അതിന്റെ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അത്രയും നിങ്ങൾ തന്നെ പറയൂ, നമ്മുടെ സഹോദരന്മാരെ നിർദാക്ഷിണ്യം വെടിവെച്ച് കൊന്നതിന് അവർ അർഹിക്കുന്ന ശിക്ഷ എന്താണ്? നിങ്ങളുടെ ഉത്തരം എന്തുതന്നെയായാലും കമന്റ് ചെയ്യുക. നമുക്ക് ഇന്ത്യയുടെ പുതിയ നീക്കത്തെക്കുറിച്ചും പാകിസ്ഥാന്റെ ആ വിഷയത്തിലെ പ്രതികരണത്തെക്കുറിച്ചും മനസ്സിലാക്കാം. കശ്മീരിൽ പാകിസ്ഥാൻ ചെയ്തു കൂട്ടിയതിനൊക്കെയുള്ള ശിക്ഷ അവർക്ക് ലഭിക്കുകയാണ്. ജലയുദ്ധത്തിലൂടെ പാകിസ്ഥാനിലെ ജനതയുടെ ഉപജീവനത്തിനാണ് ഇന്ത്യയുടെ ആദ്യ പ്രഹരം. സിന്ധു നദീജല കരാർ റദ്ദാക്കി പാകിസ്ഥാന് മികച്ച ഒരു പണി കൊടുക്കാൻ ഇന്ത്യക്ക് ഇതിനോടകം തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ ജനതയെ തൊട്ടുകളിച്ചാൽ മരണത്തെ വിളിച്ചുണർത്തുന്നത് പോലെയാണെന്ന തിരിച്ചറിവ് പാകിസ്ഥാൻ ഇനി വേണം. അതിനുവേണ്ട ശക്തമായ നടപടി സ്വീകരിക്കാൻ തന്നെയാണ് ഇന്ത്യയുടെ തീരുമാനം. ഇന്ത്യയുടെ ചെറിയ പ്രതികരണം പോലും പാകിസ്ഥാനിൽ കനത്ത പ്രഹരമാണ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. കരാർ മരവിപ്പിച്ചതോടെ ഇന്ത്യയിൽ നിന്നും വരുന്ന ജലത്തെ പോലും നിയന്ത്രിക്കാനോ അതിന്റെ ഒഴുക്കിനെ തിരിച്ചുവിടാനോ ഒന്നും തന്നെ പാകിസ്ഥാന് കഴിയുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ പാകിസ്ഥാനിലെ ചെറുപ്പക്കാർക്കിടയിൽ പോലും ഇന്ത്യയോടുള്ള വെറുപ്പും വിദ്വേഷവും കുത്തിവെച്ച് നിങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ഭീകരതയും തീവ്രവാദവും തന്നെയാണ്. അതിന് നിങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യുമെന്ന് തിരിച്ചറിയുക. തിരിച്ചടിയുടെ ഭാഗമായി ഇന്ത്യ അപ്രതീക്ഷിതമായി ഉറി ഡാം തുറന്നതോടെ പാകിസ്ഥാനിലെ ജലം നദിയിൽ വെള്ളപ്പൊക്കമുണ്ടായിരിക്കുകയാണ്. പ്രദേശത്തെ ജനങ്ങളും സർക്കാരും മുന്നറിയിപ്പ് ഒന്നും ലഭിക്കാതെ കിട്ടിയ ഈ തിരിച്ചടിയിൽ കനത്ത വെല്ലുവിളിയിലാണ് ഉള്ളത്. ജലം നദിയിൽ വെള്ളപ്പൊക്കം ഉയർന്നതോടെ പാക് അധീന കശ്മീരിലെ താഴ്ന്ന മേഖലയിൽ എല്ലാം തന്നെ വെള്ളം കയറി. മിന്നൽ വെള്ളപ്പൊക്കത്തെ തുടർന്ന് പലയിടത്തു നിന്നും ജനങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുമുണ്ട്. സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതിനു ശേഷമുള്ള ഇന്ത്യയുടെ ആദ്യ പ്രധാന നടപടിയാണിതെന്ന് തന്നെ പറയാം. വ്യാപാര നിയന്ത്രണങ്ങളൊക്കെ കൊണ്ടുവന്നെങ്കിലും പാകിസ്ഥാനെ കൂടുതൽ വലയ്ക്കുന്ന ഒരു നടപടിയാണ് ഉറി ഡാം തുറന്നതോടെ നടന്നത്. വെള്ളപ്പൊക്ക ഭീഷണി ഉയർന്നതോടെ മുസാഫറാബാദിലെയും ചാഗോദിയിലെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അടിയന്തര അലാറം സജ്ജീകരിച്ചു കഴിഞ്ഞു. വെള്ളപ്പൊക്ക ഭീഷണി കന്നുകാലികളെയും കൃഷിയെയും സാരമായി ബാധിച്ചതായിട്ടാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ജമ്മു കാശ്മീരിലെ ബരാമുള്ള ജില്ലയിലെ ഉറിക്കടുത്തുള്ള ജലം നദിയിലെ 480 മെഗാവാട്ട് ജലവൈദ്യുതി നിലയമാണ് ഉറി അണക്കെട്ട്. ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലുള്ള യഥാർത്ഥ അതിർത്തിയായ നിയന്ത്രണ രേഖയ്ക്ക് വളരെ അടുത്തായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 10 കിലോമീറ്റർ തുരങ്കമുള്ള ഒരു കുന്നിൻ കീഴിലാണ് ഈ സ്റ്റേഷൻ നിർമ്മിച്ചിരിക്കുന്നത്. സിന്ധു ജല ഉടമ്പടി ജലം നദിയെ നിയന്ത്രിക്കാനുള്ള പ്രത്യേക അവകാശം പാകിസ്ഥാന് നൽകുന്നതിനാൽ വലിയ അണക്കെട്ടില്ലാത്ത നദിയിലൂടെ ഒഴുകുന്ന തരത്തിലുള്ളതാണ് ഇത്. ഇന്ത്യയുടെ അടുത്തുനിന്ന് കനത്ത തിരിച്ചടികൾ ഉണ്ടാകുമെന്ന് നല്ലപോലെ അറിയാവുന്ന പാകിസ്ഥാൻ കനത്ത മുന്നൊരുക്കങ്ങളുമാണ് ഇതിനോട് ഭാഗമായിട്ട് എടുത്തിട്ടുള്ളത്. അതിന്റെ ഭാഗമായി പാകിസ്ഥാൻ അധിനിവേശ കശ്മീർ, അതായത് POK ഭരണകൂടം എല്ലാ ആരോഗ്യ പ്രവർത്തകരെയും അവധി എടുക്കുന്നതിനോ ആശുപത്രികളിലെയും ആരോഗ്യ യൂണിറ്റുകളിലെയും തസ്തികളിൽ നിന്ന് സ്ഥലം മാറ്റുന്നതിനോ വിലക്കേർപ്പെടുത്തി അടിയന്തര ഉത്തരവുകളും പുറപ്പെടുവിച്ചു കഴിഞ്ഞു. അതായത് പാകിസ്ഥാൻ ഒരു യുദ്ധം പ്രതീക്ഷിക്കുന്നു എന്നാണ് നമ്മൾ ഇതിൽ നിന്നും വായിച്ചെടുക്കേണ്ടത്. ഏപ്രിൽ 26-ന് ചലം വാലിയിലെ ആരോഗ്യ ഡയറക്ടറേറ്റ് പുറപ്പെടുവിച്ച നിർദ്ദേശത്തിൽ അടിയന്തര സാഹചര്യമെന്നാണ് പരാമർശിച്ചിട്ടുള്ളത്. പൂർണ്ണ മെഡിക്കൽ തയ്യാറെടുപ്പ് നിർബന്ധമാക്കുകയും സർക്കാർ വാഹനങ്ങൾ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത് നിരോധിക്കുകയും ചെയ്തുകൊണ്ട് പെട്ടെന്നുള്ള ഭരണപരമായ നീക്കം പാകിസ്ഥാനിൽ പരിഭ്രാന്തി സൃഷ്ടിച്ചു കഴിഞ്ഞു. തെക്കൻ കശ്മീർ മേഖലയിൽ പ്രത്യേകിച്ചും പഹൽഗാമിനും സമീപ പ്രദേശങ്ങൾക്കും ചുറ്റും നുഴഞ്ഞുകയറ്റ ശ്രമങ്ങളും വീണ്ടും തീവ്രവാദ പ്രവർത്തനങ്ങളും ഉണ്ടാകുന്നുവെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ള സമയത്താണ് ഇത്തരമൊരു നീക്കമെന്നതും ശ്രദ്ധേയമാണ്. പെഹൽഗാം, അനന്ത്നാഗ് ജില്ലകളിൽ വിന്യസിച്ചിരിക്കുന്ന സുരക്ഷാ സേന അതിനനുസരിച്ച് പെട്രോളിംഗും നിരീക്ഷണ പ്രവർത്തനങ്ങളും ശക്തമാക്കി കഴിഞ്ഞു. അതേസമയം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഉത്തരവിനെ തുടർന്ന് പെഹൽഗാം ഭീകരാക്രമണ കേസ് ഔദ്യോഗികമായി ഏറ്റെടുക്കുന്നതിനുള്ള നടപടികൾ ഭീകരവിരുദ്ധ സംഘടനയായ ദേശീയ അന്വേഷണ ഏജൻസി, അതായത് NIA ആരംഭിച്ചു കഴിഞ്ഞു.
ഭീകരാക്രമണ സ്ഥലത്ത് തമ്പടിക്കുന്ന ANA സംഘങ്ങൾ തെളിവുകൾക്കായുള്ള തിരച്ചിൽ ശക്തമാക്കി കഴിഞ്ഞു. ഭീകരാക്രമണം കണ്ട ദൃക്സാക്ഷികളെ ഭീകരവിരുദ്ധ ഏജൻസിയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിൽ ചോദ്യം ചെയ്യും. കശ്മീരിലെ ഏറ്റവും ഭയാനകമായ ഭീകരാക്രമണങ്ങളിലൊന്നിലേക്ക് നയിച്ച സംഭവങ്ങളുടെ ക്രമം കൂട്ടിച്ചേർക്കുന്നതിനായി ദൃക്സാക്ഷികളെ സാക്ഷ്യമായി ചോദ്യം ചെയ്യുകയും ചെയ്യും. കശ്മീർ താഴ്വരയെ വല്ലാതെ കുലുക്കിയ ഈ ഭീകരാക്രമണങ്ങളിലേക്ക് നയിച്ച സംഭവങ്ങളുടെ ക്രമം കൂട്ടിച്ചേർക്കുന്നതിനായി ദൃക്സാക്ഷികളെ സൂക്ഷ്മമായി ചോദ്യം ചെയ്യുകയാണ് ഇവരുടെ രീതി. തീവ്രവാദികളുടെ പ്രവർത്തന രീതിയെക്കുറിച്ചുള്ള സൂചനകൾക്കായി അന്വേഷണ NIA സംഘങ്ങൾ പ്രവേശന എക്സിറ്റ് പോയിന്റുകൾ സൂക്ഷ്മമായി പരിശോധിച്ചു വരികയാണ്. രാജ്യത്തെ ഞെട്ടിച്ച ഭീകരാക്രമണത്തിലേക്ക് നയിച്ച ഭീകര ഗൂഢാലോചന വെളിപ്പെടുത്തുന്നതിനുള്ള തെളിവുകൾക്കായി ഫോറൻസിക് വിദഗ്ധരുടെയും മറ്റ് വിദഗ്ധരുടെയും സഹായത്തോടെ സംഘങ്ങൾ മുഴുവൻ പ്രദേശവും സമഗ്രമായി പരിശോധിക്കുന്നുമുണ്ട്. പെഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ കടുത്ത നയതന്ത്ര നടപടികളാണ് സ്വീകരിക്കുന്നത്. ഇതിൽ തന്നെ സിന്ധു നദീജല കരാർ മരവിപ്പിച്ച നടപടിയാണ് സുപ്രധാനം. ഇതിലൂടെ പാകിസ്ഥാനുമായി ജലയുദ്ധമാണ് ഇന്ത്യ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പടിഞ്ഞാറൻ നദികളായ ചലം, ചൈനാബ്, ഇൻഡസ് എന്നിവയിലെ വെള്ളം പാകിസ്ഥാനും കിഴക്കൻ ഭാഗത്തെ സത്ലജ്, ബ്യാസ്, രവി എന്നിവയിലെ അവകാശം പൂർണ്ണമായും ഇന്ത്യക്കും എന്നാണ് കരാർ പ്രകാരം. പാകിസ്ഥാന് അവകാശമുള്ള നദികളിലെ ജലം കൃഷിക്കും വൈദ്യുത പദ്ധതികൾക്കും ഉപയോഗിക്കാമെങ്കിലും വെള്ളത്തിന്റെ ഒഴുക്ക് തടയാനാകില്ല. പാകിസ്ഥാന്റെ അനുമതിയോടെയേ നദികൾക്ക് കുറുകെയുള്ള ഏത് പദ്ധതിയും നടപ്പിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇതാണ് നിലവിലെ അവസ്ഥ. എന്നാൽ കരാർ മരവിപ്പിച്ചതോടെ ഇത് മാറുകയാണ്. പാകിസ്ഥാന് ഒരു തുള്ളി ജലം കൊടുക്കില്ലെന്നാണ് ഇപ്പോൾ ഇന്ത്യയുടെ തുറന്ന പ്രഖ്യാപനം. കരാർ പ്രകാരമുള്ള എല്ലാ നടപടികളും നിർത്തിവെക്കുക, നദീജലത്തിന്റെയും ഒഴുക്കിന്റെയും അടക്കം ഹൈഡ്രോളിക് ഡേറ്റ നൽകുന്നത് നിർത്തിവെക്കും, നദികൾക്ക് കുറുകെ ഇന്ത്യ നടത്തുന്ന എല്ലാ നിർമ്മാണ പ്രവർത്തനവും പാകിസ്ഥാനെ അറിയിക്കുന്നത് നിർത്തിവെക്കും, ജലവൈദ്യുത പദ്ധതികൾക്കുള്ള ഡാമുകളിൽ പാകിസ്ഥാൻ ഉദ്യോഗസ്ഥർക്ക് പരിശോധനയ്ക്ക് അനുവാദം തടയും, ഡാമുകളിൽ അടിയുന്ന ഏക്കൽ നീക്കാനുള്ള ഷട്ടർ തുറക്കാനാവും, സംഭരണശേഷി ചെറുതായി ഉയർത്താനും ഇന്ത്യക്ക് പാകിസ്ഥാന്റെ അനുമതി ഇനി വേണ്ടിവരില്ല. കിഷൻ ഗംഗ, രത്തലെ പദ്ധതികളിൽ ലോകബാങ്ക് നടത്തുന്ന മധ്യസ്ഥതയിൽ നിന്ന് പിന്മാറാം. അസാധാരണ സാഹചര്യങ്ങളിൽ കരാറുകൾ വേണ്ടെന്ന് വെക്കാമെന്ന വിയന്ന കൺവെൻഷൻ വ്യവസ്ഥ ചൂണ്ടിക്കാട്ടിയിട്ടായിരിക്കും ഇന്ത്യയുടെ നീക്കം. ഇന്ത്യ ഇവിടെ കാണിക്കുന്നത് മനുഷ്യത്വരഹിതമാണെന്ന് ചൂണ്ടിക്കാണിക്കാൻ പാകിസ്ഥാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. പഹൽഗാമിലുണ്ടായ സംഭവത്തിൽ പാകിസ്ഥാന് പങ്കില്ലെന്ന് ലോകത്തോട് പറയുകയാണ് പാകിസ്ഥാന്റെ ലക്ഷ്യം. പക്ഷേ ഇതിനോടകം തന്നെ ലോകത്തോട് ഇന്ത്യ പാകിസ്ഥാന്റെ ക്രൂരതകൾ എണ്ണി പറഞ്ഞു കഴിഞ്ഞു. പഹൽഗാമിലെ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സിന്ധു നദീജല കരാർ പിന്മാറ്റത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് ആവർത്തിക്കുകയായിരുന്നു ഇന്ത്യ. ജലവിഭവ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഉടൻ ഡാം സന്ദർശിച്ച് കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് നൽകും. അതേസമയം മുന്നറിയിപ്പില്ലാതെ വെള്ളം തുറന്നുവിട്ട ഇന്ത്യയുടെ നടപടിക്കെതിരെ പാകിസ്ഥാൻ ലോകബാങ്കിനെയും അന്താരാഷ്ട്ര തർക്ക പരിഹാര കോടതിയെയും സമീപിക്കും. പക്ഷേ ഒരു കാര്യവുമില്ല എന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. അതേസമയം സിന്ധു നദീജല കരാർ മരവിപ്പിച്ച ഇന്ത്യൻ നടപടിക്കെതിരെ പ്രതിഷേധം തുടരുകയാണ് പാകിസ്ഥാൻ ചെയ്യുന്നത്. ഓരോ തുള്ളി വെള്ളത്തിലും പാകിസ്ഥാനും അവകാശമുണ്ടെന്നും കരാർ ഏകപക്ഷീയമായി പിൻവലിക്കാനാവില്ലെന്നും പാക് മന്ത്രി അഹമ്മദ് ഖാൻ ലഗാരി പ്രതികരിച്ചു. ഇന്ത്യയുടെ വിശ്വാസ്യത ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ തകർന്നു കഴിഞ്ഞെന്നും ലഗാരി കൂട്ടിച്ചേർത്തു. എന്നാൽ ഭീകരാക്രമണത്തിന് പിന്നാലെ ഒരു തുള്ളി വെള്ളം പോലും പാകിസ്ഥാന് നൽകില്ലെന്ന നിലപാട് കടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ. സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതിലെ തുടർ നീക്കങ്ങളും ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ വിലയിരുത്തി കഴിഞ്ഞു. പാകിസ്ഥാന്റെ തുടർച്ചയായ അതിർത്തി കടന്നുള്ള ഭീകരവാദമാണ് കരാറിൽ നിന്നുള്ള പിന്മാറ്റത്തിന് കാരണമെന്ന് ഇന്ത്യ വ്യക്തമാക്കി കഴിഞ്ഞു. പാകിസ്ഥാൻ നടത്തിയ മറ്റ് ലംഘനങ്ങൾക്ക് പുറമെ കരാറിൽ വിഭാവനം ചെയ്തിട്ടുള്ളതുപോലെ ചർച്ചകളിൽ ഏർപ്പെടാനുള്ള ഇന്ത്യയുടെ അഭ്യർത്ഥനയോട് പ്രതികരിക്കാൻ പാകിസ്ഥാൻ വിസമ്മതിക്കുകയും കരാർ ലംഘിക്കുകയും ചെയ്തുവെന്ന് ജലശക്തി മന്ത്രാലയം പുറത്തിറക്കിയ വിജ്ഞാപനത്തിൽ പരാമർശിക്കുന്നുണ്ട്. സിന്ധു നദിയുടെ 6 പോഷക നദികളിലെ ജലം എങ്ങനെ പങ്കിടണമെന്നത് നിർണ്ണയിക്കുന്ന കരാറിൽ നിന്ന് പിന്മാറുന്നുവെന്നാണ് ഇന്ത്യ പ്രഖ്യാപിച്ചത്. പടിഞ്ഞാറൻ നദികളായ ചലം, ചൈനാബ്, ഇൻഡസ് എന്നിവയിലെ വെള്ളം പാകിസ്ഥാനും കിഴക്കൻ ഭാഗത്തെ സത്ലജ്, ബ്യാസ്, രവി എന്നിവയുടെ അവകാശം പൂർണ്ണമായും ഇന്ത്യക്ക് നൽകുന്നതാണ് ഈ കരാർ എന്ന് നേരത്തെ പറഞ്ഞല്ലോ. പാകിസ്ഥാൻ അവകാശമുള്ള നദികളിലെ ജലം കൃഷിക്കും വൈദ്യുത പദ്ധതികൾക്കും ഉപയോഗിക്കാമെങ്കിലും വെള്ളത്തിന്റെ ഒഴുക്ക് തടയാനുള്ള അവകാശം അവർക്കില്ല. ഈ കരാർ മരവിപ്പിച്ചതോടെ ഇന്ത്യ വലിയ പ്രഹരമാണ് പാകിസ്ഥാന് നൽകിയത്. പാകിസ്ഥാനിലെ ജനത കൂട്ടത്തോടെ ഓടുകയാണ്. എന്താണ് ഇനി അവർക്ക് സംഭവിക്കാൻ പോകുന്നത് എന്ന് ഇന്ത്യയുടെ കോപത്തിന് പാത്രമാകുന്ന ആ പാവം മനുഷ്യർ അറിയുന്നില്ല. എന്താണ് ഈ വിഷയത്തിലെ നിങ്ങളുടെ നിലപാട്? എന്തുതന്നെയായാലും കമന്റ് ചെയ്യുക. ഒപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.